വിഴിഞ്ഞം തുറമുഖത്തിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള CPM നീക്കത്തിനെതിരെ BJP രംഗത്ത്. CPMന്റെ അദാനി വിരുദ്ധ സമരത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നാണ് BJP ആരോപിക്കുന്നത്. പദ്ധതിയുടെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്നും BJP ആവശ്യപ്പെടുന്നു. കുറേ കാലം അദാനിക്കെതിരെ സമരം ചെയ്ത് വിഴിഞ്ഞം തുറമുഖം അട്ടിമറിക്കാൻ ശ്രമിക്കുകയും അതിനുശേഷം അദാനിയുമായിട്ട് ധാരണയുണ്ടാക്കി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കരാറുകളും ഒക്കെ തയ്യാറാക്കിയ CPM ഇപ്പോൾ സമരം ചെയ്യുന്നതും ദുരൂഹമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം കേരളത്തിലെ ജനതയ്ക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നടപ്പാക്കേണ്ടത്. ഇടതുപക്ഷം അത് ദുരൂഹമായിട്ട് കൊണ്ടുപോയി, VD സതീശനും അത് ദുരൂഹമായിട്ടാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് BJP പറയുന്നു, അദാനിക്കെതിരെ സമരം നടത്തുകയല്ല വേണ്ടത്, അദാനിയുമായി ഇടതുപക്ഷ സർക്കാരും ഇപ്പോൾ VD സതീശനും ഉണ്ടാക്കുന്ന കരാറുകൾ കേരള സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വേണ്ടത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് നരേന്ദ്രമോദി സർക്കാരിന്റെ ശ്രമഫലമായിട്ടാണ്. 35 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും അത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചില്ല. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ജനം TVയോട് പ്രതികരിക്കുകയായിരുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. അതായത് ഈ അദാനി വിരുദ്ധ സമരം എന്നൊക്കെയുള്ള പേരിൽ ഈ പദ്ധതിക്കെതിരെ വലിയ തോതിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണം CPMും കോൺഗ്രസും നടത്തുകയാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം S. സുരേഷ് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയാണ്. കാരണം 35 വർഷങ്ങൾക്ക് മുമ്പ് തറക്കല്ലിട്ട പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഒരു നരേന്ദ്രമോദി ഡൽഹിയിൽ ഭരണത്തിലേറേണ്ടി വന്നു എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പദ്ധതിക്കെതിരെ ഇപ്പോൾ നടത്തുന്ന കുപ്രചരണങ്ങൾക്കെതിരെ BJP രംഗത്തെത്തുകയാണോ? ഗുഡ് മോർണിംഗ് ഗൗതം, അമൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ വലിയ രീതിയിൽ വാർത്തകൾ ചൂടുപിടിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. അതിൽ ഈ സർക്കാരിൻ്റെ ശേഷം, അതായത് ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞതിന് ശേഷം VD സതീശൻ സർക്കാർ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾക്കെതിരെ ഇടത് ക്യാമ്പുകളിൽ CPM ക്യാമ്പുകളിലെല്ലാം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കത്തിപ്പോകുന്ന നിലയിലേക്കൊക്കെ എത്തുന്നത്. ഏറ്റവും ഒടുവിൽ അത് എത്തിയിരിക്കുന്നത് മെഡിറ്ററേനിയൻ കമ്പനിയായ MSCയുമായി അദാനി കരാർ ഒപ്പിട്ടു എന്നതടക്കമുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു CPMന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രചരണങ്ങൾ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. മാത്രമല്ല, പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ ഒരു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 35 വർഷത്തിന് മുമ്പാണ് ഇതിൻ്റെ തറക്കൽ ഇടുന്നത്. തറക്കല്ലിട്ടതിന് ശേഷം യാതൊരുവിധ നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ യാതൊരുവിധ അതിൻ്റെ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുന്നോട്ടുമുള്ള ഒരു ഗതി നിർവഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മാറ്റം വരുത്തുന്ന തരത്തിൽ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ കരാർ ഒപ്പിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഈ വിഴിഞ്ഞം നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ ഒന്നും മുന്നോട്ട് പോകാൻ ഒരു സർക്കാരിനും കഴിഞ്ഞില്ല. അതിനുശേഷം സർക്കാരുകൾ മാറി വന്നിരുന്നു, പല സർക്കാരുകൾ വന്നു. എന്നാൽ കേന്ദ്രത്തിലും കേരളത്തിലും അടക്കം സർക്കാരുകൾ മാറി വന്നിട്ട് പോലും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു കല്ല് നാട്ടുവാൻ പോലും അവിടെ സാധിച്ചിരുന്നില്ല. തുടർന്നിങ്ങോട്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ, നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ ഏറ്റവും പ്രത്യേകതയുള്ള, ഭൂമിശാസ്ത്രപരമായ അനുകൂലമുള്ള, മാത്രമല്ല മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതെ തന്നെ സ്വാഭാവികമായ ആഴം, ഒരു വലിയ കപ്പലിന് എത്താൻ തക്കവണ്ണമുള്ള ആഴമുള്ള ആ ഒരു തീരമാണ്, ആഴമുള്ള പ്രദേശമാണ്, ഭൂപ്രദേശമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ ഇന്റർനാഷണൽ കപ്പൽച്ചാലിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. അങ്ങനെ പ്രകൃതിയെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുള്ള ഈ പ്രദേശം, ആ പ്രദേശത്ത് ഇത്തരത്തിലൊരു തുറമുഖം വരുന്നതോടുകൂടി തന്നെ രാജ്യത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുമെന്നിരിക്കെ ഇത്തരത്തിൽ ഈ 35 കൊല്ലം ഒരു പ്രവർത്തനങ്ങൾ പോലും നടത്താതെ ഇഴഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് നരേന്ദ്രമോദി സർക്കാർ എത്തുകയും ഇത് രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് ഏറ്റവും വേഗത്തിലാക്കണം, നിർമ്മാണം പൂർത്തിയാക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച 1000 ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പറഞ്ഞത്. എന്നാൽ അതിനുശേഷം ഇതിൻ്റെ കരാർ ഒപ്പിടുന്ന സമയം അത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഭരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് CPMന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകില്ല എന്ന് പറയുന്നു, വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നു, സംവാദങ്ങൾ ഉണ്ടാകുന്നു. നമുക്കറിയാം കേരള നിയമസഭയിലടക്കം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് നിർമ്മാണത്തിന് തറക്കല്ലിട്ടുകൊണ്ട് അദാനി ഇത് നിർമ്മാണം ചുമതല ഏറ്റെടുത്തുകൊണ്ട് വരികയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യുന്നത്. തുടർന്നാണ് പിണറായി സർക്കാർ വരുന്നത്. പിണറായി സർക്കാർ വന്നതിന് ശേഷം പിന്നീട് തുടർന്ന് ആ സർക്കാരിൻ്റെ കാലത്തും തുടർന്ന് ചില കരാറുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു.
ഉണ്ടാകുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് പോകുന്നതോടുകൂടി തന്നെ വിഴിഞ്ഞത്ത് സമരം ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൽ ആ സഭകളുമായി ചേർന്നുകൊണ്ട് ഒരു സമരം ഉണ്ടാകുന്നു. ആ സമരം വന്നതോടുകൂടി തന്നെ വീണ്ടും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ ഇഴഞ്ഞ് ഒടുവിൽ അദാനിയുടെ ഭാഗത്തു നിന്നും അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗത്തു നിന്നുമെല്ലാം അതായത് അദാനിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുകയും ചെയ്തു. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മദർഷിപ്പുകൾ എത്തുന്ന ഒരു തുറമുഖമായി വിഴിഞ്ഞം മാറുകയും ചെയ്തു. ആ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും വിഴിഞ്ഞത്തെ തകർക്കുക എന്നൊരു ലക്ഷ്യം ഇതിന് പിന്നിൽ വീണ്ടും പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. അതുതന്നെയാണ് BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് സുരേഷ് പറയുകയും ചെയ്തത്. ഇതിൽ മാറി മാറി ഇവർ തമ്മിൽ ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് വിഴിഞ്ഞത്തെ തകർക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇപ്പോൾ ഈ ഇത്തരത്തിലുണ്ടാകുന്ന പ്രചരണങ്ങൾ അതോടൊപ്പം തന്നെ ഇത്തരം അദാനിക്കെതിരെയായാലും ശരി വിഴിഞ്ഞത്തിനെതിരെയായി നടക്കുന്ന കുപ്രചരണങ്ങൾ കൊണ്ട് തുറമുഖത്തെ തകർക്കുക എന്നൊരു നീക്കം നടക്കുന്നു. പ്രശാന്ത്, വ്യക്തമാണ്.